ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പിംഗ് ഡേ ആണ്. ചെറിയൊരു ഷോപ്പിംഗ്. അതെ, അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് കേക്കിന്റെ കുറച്ച് ഐറ്റംസ് മേടിക്കാനുണ്ട്. നാളെ ഒരു ഓർഡർ ഉണ്ട്, ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ? ഫസ്റ്റ് ബർത്ത്ഡേ യൂണിക്കോൺ തീം കേക്ക്. അപ്പം അതിന്റെ സാധനങ്ങൾ മേടിക്കണം. അതിന്റെ കൂടെ തന്നെ നമുക്ക് 2-3 ചുരിദാർ മെറ്റീരിയൽ എടുക്കാനുണ്ട്. ചുരിദാർ മെറ്റീരിയലോ നോക്കാം നമുക്ക്. റെഡിമെയ്ഡോ കിട്ടുന്ന പോലെ. അപ്പം ആ ഒരു കാഴ്ചയിലേക്ക് നമുക്ക് പോവാം. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പോകുന്നത് പത്തനംതിട്ടയ്ക്കാണ്. നമ്മൾ പോകുന്നത് കാറിനാണ്. അപ്പൊ അങ്ങ് പോയിട്ട് വരാം. പോവാം. പിന്നല്ല, പോയിട്ട് വരാം. അമ്മേ, നല്ല ചൂട് കൂടാണല്ലേ? തീർച്ചയായിട്ടും നല്ല ചൂട്. ഈ മഴ പെയ്യത്തില്ലെന്നേ, അതല്ലേ വിഷയം. രാത്രി ചിലപ്പോ മഴ പെയ്യാനായിരിക്കും. അതാ. ഷോപ്പിങ്ങിന് പോവാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഷോപ്പ്. പിന്നെ പൈസ പോട്ട് പവർ എല്ലാം കിട്ടിയോ? ഹോം. അപ്പൊ പോയിട്ട് വരാം. ഇങ്ങനെ പോവാനായിട്ട് ഇറങ്ങി. അപ്പൊ ഗൈസ്, ഇപ്പൊ സമയം 5 മണി ആയിട്ടുണ്ട്. നമ്മുടെ കട 7 മണി വരെ ഉള്ളൂ, കേക്കിന്റെ കട. നമ്മൾ പെട്ടെന്ന് പോയി സാധനം മേടിക്കണം. മറ്റേ കടയും പെട്ടെന്ന് അടയ്ക്കുമല്ലേ? ഒരു 6 മണി വരെ ഉള്ളൂ നമ്മൾ പോകുന്ന തുണിക്കട. പിന്നെ വേറെന്താണ്? പിന്നെന്താ വിശേഷം? എന്താ, നാളെ ഹർത്താലാണ്. അതാണ് വലിയൊരു സംഭവം. അപ്പൊ ഇന്ന് പോയി സാധനങ്ങൾ എടുത്തില്ലെങ്കിൽ നാളെ പെടും. നാളെ വൈകിട്ട് നമുക്ക് കേക്ക് കൊടുക്കണ്ടേ. എല്ലാ സാധനവും ഇന്ന് മേടിച്ചാലേ പറ്റുള്ളൂ. നാളെ ഇനി നമുക്ക് ഒന്നും മറന്നു പോകരുത്. അതെ അതെ ഗൈസ്. അപ്പൊ നമ്മള് പത്തനംതിട്ടയ്ക്ക് പോകുന്നത് താഴൂക്കടവ് വഴിയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് 2 വഴി കൂടെ നമുക്ക് പോകാൻ പറ്റും. ഒന്ന് കൈപ്പട്ടൂർ വഴി, പിന്നെ ഒന്ന് താഴൂക്കടവ് വഴി. അപ്പം നമ്മൾ താഴൂക്കടവ് വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെല്ലാം. ഇത്തിരി ട്രാഫിക്കും കുറവാണ്. കൈപ്പട്ടൂർ വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും ചെല്ലാൻ പറ്റത്തില്ല, അതുപോലെ തിരക്കാണ്. പിന്നെ ഇതിലെ പോകുമ്പോൾ ഇച്ചിരി ഇത് കുറവുണ്ടെന്നുണ്ടല്ലേ, ഡിസ്റ്റൻസ് കുറവുണ്ടെന്ന് തോന്നുന്നു. ഡിസ്റ്റൻസ് കുറവുണ്ട്. 7 കിലോമീറ്ററേ ഉള്ളൂ. അതെ, ഇവിടുന്നാണെങ്കിൽ. മറ്റേ വഴിയാണ് 10 കിലോമീറ്റർ. ഡിസ്റ്റൻസും കുറവാ, തിരക്കും കുറവാ അല്ലേ? അതെ, അതാണ്. ഇപ്പൊ തിരക്കില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ റോഡിലേയും തിരക്ക് കൂടി, പണ്ടത്തെ പോലല്ല. ഇഷ്ടം പോലെ വണ്ടികളായി. അപ്പൊ ഈ റോഡും ഇപ്പം തിരക്കാണ്. എങ്കിൽ പോലും കമ്പാരിറ്റീവ്ലി നമുക്ക് ഈ റൂട്ടിൽ കൂടെ പോകുന്നതാണ് എളുപ്പം. ഈ റൂട്ടിൽ കൂടാണ് കോന്നിക്ക് പോകുന്നതൊക്കെ. അതെ, കോന്നിക്ക് പോകാൻ ആൾക്കാര് ചൂസ് ചെയ്യുന്ന ഒരു റൂട്ടാണ്. അതുകൊണ്ടൊക്കെ കൂടെ ആയിരിക്കും കോന്നി ഇപ്പൊ കുറച്ചുകൂടി ടൂറിസം ഒക്കെ. അതെ അതെ, കോന്നിയില് ആനക്കൂടുണ്ട്. നമുക്കിവിടെ അടുത്താണ്. അതെ, അടവി അടുത്താണ്. അടവി, മണ്ണീറ വെള്ളച്ചാട്ടം, മൺപിലാവ്, മൺപിലാവ് ഇതെല്ലാം നമ്മുടെ അടുത്താണ്. അടുത്ത് കിടക്കുന്നതുകൊണ്ട് നമുക്ക് അത്ര വിലയില്ല. എന്നാലും നമ്മൾ പോകും. നമ്മൾ ഇടയ്ക്ക് പോകും സമയം കിട്ടുമ്പോഴും. നമുക്ക് ആകെയുള്ള ഒരു അടുത്തുള്ള കുറച്ച് ഡെസ്റ്റിനേഷൻസ് ആണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡ്രൈവിനും റൈഡിനും ഒക്കെ പോകാറുണ്ട്. അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിനകത്തുണ്ട്. സമയം കിട്ടുമ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് കാണണം കേട്ടോ. നമ്മള് എവിടെയൊക്കെ പോയതിന്റെ വീഡിയോ ഉണ്ട്. മണ്ണീറെ പോയതിന്റെ ഉണ്ട്, അടവി പോയതിന്റെ ഉണ്ട്, ഇവിടെ പോയതിന്റെ ഇല്ലല്ലേ, ആനക്കുട്ടി പോയതിന്റെ ഇല്ല. നമുക്ക് അതിന്റെ വീഡിയോ ചെയ്യാം കേട്ടോ. നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. ഓക്കേ ഓക്കേ. അതാ പോകുന്ന സുഹൃത്തുക്കളെ ഒരു വെള്ളക്കുതിര. ഗൈസ് അങ്ങനെ പത്തനംതിട്ടയിലെത്തി.
നമ്മൾ ഇറങ്ങിയ ദിവസം തന്നെ പത്തനംതിട്ടയിൽ ഒരു കുതിരയെ കണ്ടു. ഇതാണ് മാക്കാങ്കുന്ന് സെന്റ് സ്റ്റീഫൻസ് കത്തീഡ്രൽ. അതിന് തൊട്ട് മുമ്പായിട്ട് സിൽക്കോൺ ഉണ്ട്. അപ്പം നമ്മൾ സെൻറ്റ് പീറ്റേഴ്സ് ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ധാരാളം ചെറുതും വലുതുമായിട്ടുള്ള ഷോപ്പുകൾ നമുക്ക് കാണാം. അപ്പം ഈ ഒരു ജംഗ്ഷനിലാണ് നമ്മുടെ ഫസ്റ്റ് സ്പോട്ടായിട്ടുള്ള ബൊട്ടീക്കുള്ളത്. സെൻറ്റ് പീറ്റേഴ്സ് കത്തീഡ്രൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ സ്പോട്ടിലെത്തും. അപ്പോൾ ഗൈസ്, നമ്മുടെ ആദ്യത്തെ സ്പോട്ടിൽ നമ്മൾ വന്നു. നമ്മൾ ആദ്യം കയറാൻ പോകുന്നത് ബുട്ടീക്കിലാണ്. അതും ഇപ്പോൾ അടയ്ക്കും. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് ചുരിദാറും മെറ്റീരിയൽസും ഒക്കെ എടുക്കണം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറാൻ പോവാം. നല്ലത്. നല്ലതാന്ന് തോന്നിയത്. അമ്മയ്ക്ക് ഇഷ്ടപ്പെടും. കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്നു. ബ്ലൂ എനിക്ക് തോന്നുന്നത് ഇഷ്ടപ്പെടുന്നു. ഇല്ല, ഒരെണ്ണം ഇതെടുക്കാന്ന്. അപ്പൊ ഇത് സെറ്റ് ഒരെണ്ണം. ഇത് എത്ര റേറ്റ് നോക്കട്ടെ. കുഴപ്പമില്ല. മറ്റേന്റെ അത്ര ഒരു ഇതില്ലല്ലേ? എന്തോ മറ്റേന്റെ അത്ര ഒരു എടുപ്പില്ലല്ലേ? അത് വേറൊരു ഇത്. എടുക്കണം. നോക്ക്, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. എനിക്കല്ലല്ലോ, സംശയം. നല്ലതായിരിക്കും. നല്ലതായിരിക്കും. പിന്നെ അമ്മയ്ക്ക് കുറെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അമ്മയ്ക്ക് വേണ്ടി ഇവിടുത്തെ ഇത് യോക്ക് പാടില്ല. പിന്നെന്തായിരുന്നു, കട്ടി വേണം. ശരി. അങ്ങനൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് അതുകൊണ്ട് ചുരിദാർ കിട്ടാൻ പാടാ. ഇതെങ്ങനുണ്ട്? ഇത് ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെട്ടു. കാണിക്കണോ വീഡിയോ കോൾ ചെയ്ത്? വേണ്ട. എന്നാ പിന്നെ ഇതെടുക്ക്. ഓക്കെ, എടുത്തു. അതെ. അവസാനം ഒപ്പിച്ച് എടുത്തിട്ടുണ്ട്. ആദ്യം കണ്ട പച്ച, പിന്നെ ലാസ്റ്റ് കണ്ട ചുവപ്പ്. ഇത് കാണുമ്പോൾ ഇത് കൊണ്ട് കൊടുക്കുമ്പോൾ ഉള്ള എക്സ്പ്രഷൻ പറ്റുവാണെങ്കിൽ ഞാൻ കാണിക്കാതെ. അപ്പോൾ ഗൈസ്, നമ്മുടെ ആദ്യത്തെ ഉദ്യമം ആദ്യത്തെ ടാസ്ക് കഴിഞ്ഞു. ഇതായിരുന്നു നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് കഴിഞ്ഞല്ലേ? ഉദ്ദേശിച്ച സമയത്ത് 6:15. നമ്മൾ 6 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചാൽ നടന്നില്ല. കുഴപ്പമില്ലായിരുന്നു. താരതമ്യേന സമയം കുറവായിരുന്നു എടുത്തത്. അതെ. അപ്പൊ ഇനി നമ്മളിനി കേക്കിന്റെ അതിനെന്ത് പറയുന്നത്, ബേക്കിംഗ് ഐറ്റംസ്. അപ്പൊ ഇനി നമ്മൾ പോകുന്ന ബേക്കിംഗ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ട് പത്തനംതിട്ട, പഴയ ബസ് സ്റ്റാൻഡിന്റെ അവിടെ. അപ്പൊ നമ്മളിനി അങ്ങോട്ട് പോവാം. ആ കട അടയ്ക്കുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് നേരത്തെ ഇറങ്ങുന്നത്. ആദ്യം നമ്മളിവിടെ കേറിയത് അതുകൊണ്ടാണ്. ആദ്യം കേറിയത് നേരത്തെ ഇറങ്ങിയത്. ഇല്ല, കുറച്ചു നേരം കൂടി ഇവിടെ കിടന്ന് തുഴഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് സ്പോട്ട് ഓണാണോടാ എന്റെ മൈക്ക്? സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ പത്തനംതിട്ട ടൗണിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സ്വന്തം തട്ടകമായിട്ടുള്ള പത്തനംതിട്ട. ഇതാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രി. പത്തനംതിട്ടയിൽ ഇപ്പൊ നമ്മൾ പോകുന്നത് ഇല്ലാത്ത കടകളൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ പാർക്കിംഗ് ഇല്ല. അതാണ് പ്രശ്നം. സ്ഥലമില്ല. വഴികളും പാർക്കിംഗ് ഇല്ലായ്മയുമാണ് ഒരു പ്രധാന പ്രശ്നം. 2 സൈഡിലും കടകളാണ്, പക്ഷെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. ഗൈസ്, നമ്മുടെ
ബേക്കിംഗ് ഐറ്റംസ് കിട്ടുന്ന ഷോപ്പ് പഴയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയാണ്. അപ്പം നമ്മൾ ഇപ്പോൾ പഴയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നമുക്ക് കാറൊക്കെ പാർക്ക് ചെയ്യാം. ആ സ്ഥലത്ത് പേ പാർക്കിംഗ് ആണ്. നമ്മൾ അവിടെ വണ്ടി ഇട്ടിട്ടാണ് നമ്മൾ സാധനം മേടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പഴയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇനി കാണിച്ചു തരാവേ. അതിനു മുമ്പ് പ്രധാനമായിട്ട് പത്തനംതിട്ട ടൗണിന്റെ ഒരു, ഞാൻ ഓഫ് ചെയ്ത് കണ്ടു, അതിന് മുമ്പ് പത്തനംതിട്ട ടൗണിന്റെ ഒരു ഐക്കൺ ഉണ്ട്. അതെന്തുവാടാ അറിയത്തില്ല, എന്തോ ഗാന്ധി പ്രതിമയാണ്. അതെ, നമുക്കിപ്പൊ കാണാം. സുഹൃത്തുക്കളെ, ഇതാണ് ഗാന്ധി പ്രതിമ പത്തനംതിട്ടയിൽ. ഇവിടെ വെച്ചിട്ടാണ് മിക്കവാറും ഉള്ള പാർട്ടികളുടെ എല്ലാ പരിപാടികളും അരങ്ങേറുന്നു. ഗാന്ധിജി ിലോട്ടുള്ള വഴിയിലോട്ടാണ് പഴയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. അപ്പം നമ്മൾ അങ്ങോട്ട് തിരിയുവാണ്. അപ്പം ഈ വഴി കയറി കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മുടെ പഴയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ഈ വഴിയിലും മൊത്തം കടകളാണ്, കടകളും വണ്ടികളും തിരക്കാണ് ഇവിടെ മൊത്തം. ഹോൾസെയിൽ കടകളും റീറ്റെയിൽ കടകളും ഒരുപാട് കടകളുണ്ട് ഇതിനകത്ത്. കൂടുതലും ഈ ചെരുപ്പ് കടകളുണ്ട്. ഇതൊക്കെ അവര് പോട്ടെ. പിന്നെ നമ്മുടെ പാർക്കിംഗ് ഏരിയയിലെത്തി. ഇപ്പൊ ഗൈസ്, ഇതാണ് പഴയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ഇതിലെ ബസ്സുകൾ ഈ ബസ് സ്റ്റാൻഡിൽ കൂടെ കയറിയാണ് പോകുന്നത്. പക്ഷെ ഇവിടെ ഹോൾട്ട് ഇല്ല. വണ്ടി നേരെ ഇതിലെ കയറി ഇറങ്ങി പുതിയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടോട്ട് പോകത്തേ ഉള്ളൂ. ഇപ്പം ഇവിടെ നമുക്ക് കാർ പാർക്കിംഗ് അവൈലബിൾ ആണ്. വണ്ടികളൊക്കെ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. പേ ആൻഡ് പാർക്കാണ്. അപ്പം നമ്മൾ ഇവിടെ വണ്ടി ഇട്ടിട്ടാണ് നമ്മുടെ കേക്ക് ഷോപ്പിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. ഇനി നമ്മൾ കേക്ക് ഷോപ്പിലോട്ട് പോകാം. വണ്ടി പാർക്ക് ചെയ്തതിന്റെ ഒരു റെസിപ്റ്റ് പൈസ കൊടുത്ത് കിട്ടി. പക്ഷെ ഇതാ സേഫ്. അല്ല, നമ്മൾ വഴി കൊണ്ടൊക്കെ ഇട്ട് കഴിഞ്ഞാലേ ഒന്നാമത് സ്ഥലമില്ല, പെറ്റി കിട്ടും. അത് തന്നെ അല്ല, സേഫ് അല്ല അല്ലേ? അപ്പോഴതട്ടും മുട്ടും കിട്ടുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇതാകുമ്പോ വണ്ടി ഇവിടെ കിടന്നോളും, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാൻ സമയം കളയാതെ. ഗൈസ്, ഇതാണ് പത്തനംതിട്ട പഴയ സ്റ്റാൻഡ്. കുറച്ച് മുമ്പോട്ട് പോകണം അല്ലേ? അതെ, കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ദാണ്ട് ഈ ഒരു വഴിയുണ്ട്, ഇടത്തോട്ടൊരു വഴിയുണ്ട്, ചെറിയൊരു വഴി. അതിലേക്ക് കയറുന്നിടത്താണ് നമ്മുടെ കേക്ക് ഷോപ്പ്. ആൻറ്റി പോകുന്ന വഴി അങ്ങോട്ട് പോകണം. അപ്പോൾ ഇതാണ് നമ്മുടെ കട, ഫ്ലേവർ ഡിപ്പോ. ഇങ്ങോട്ടാണ് നമ്മൾ കയറാൻ പോകുന്നത്. നമ്മുടെ സാധനങ്ങളൊക്കെ, കേക്കിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടുന്ന കടയാണ്. നമ്മൾ കടയിൽ വന്നു, ഷോപ്പിംഗ് തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ ഒരു സാധനം എടുത്തു, സ്റ്റാർ ടോപ്പർ. ഇതൊരു ടോപ്പറാണ്. അപ്പം നമ്മൾ ഇത് എടുത്തിട്ടുണ്ട്. ഈ അടുത്ത സാധനങ്ങൾ ഇങ്ങനെ പതുക്കെ പതുക്കെ പറഞ്ഞെടുക്കണം. ഒത്തിരി ഉണ്ടല്ലേ, അത്യാവശ്യം. അതേ നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ലെങ്കിൽ ഒരു ടെൻഷൻ. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചൊന്നും കാണത്തില്ല, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലുള്ളതൊക്കെ കിട്ടും, കറക്റ്റ് സെയിം സാധനം കിട്ടത്തില്ലല്ലോ. നോക്കാം. അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. ഓക്കെ, സ്പൈഡർമാൻ. സ്പൈഡർമാൻ കേക്കിനകത്തൊക്കെ വെക്കുന്നു. ടോയ് മിക്കി മൗസ്. ഇതാണ് ഡമ്മി കേക്ക്. നമ്മള് CBI ഡമ്മി ഇടുന്ന പോലെ കേക്കിനുണ്ട് ഡമ്മി. ഒറിജിനൽ കേക്ക് മേളിലും താഴെ ഡമ്മി കേക്ക് വരും. വേണ്ടവർക്ക് അങ്ങനെ ചെയ്തു കൊടുക്കും. സോ ഗൈസ്, നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. കൈ കാണിച്ചു കൊടുക്കുക.
തൊണ്ട് നിറച്ച സാധനങ്ങൾ. രണ്ട് കയ്യിലും നിറച്ച് സാധനങ്ങളുമായിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. അതെ, ഇനി നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ്. കുറച്ച് സാധനം വാങ്ങിക്കാണ്ട് അതോട് വാങ്ങിച്ചിട്ട് വീട്ടിൽ വ്ലോഗ് എൻഡ് ചെയ്യുമല്ലേ? വ്ലോഗ് എൻഡ് ചെയ്യുക. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും രാത്രിയായി. സമയം എന്തുവേടാ? സമയം 7:20. 7:20 ഗൈസ്. അപ്പൊ നമ്മൾ എത്ര മണിക്ക് ഇറങ്ങിയതാ? നമ്മളൊരു 5:30. 5:30 ആയപ്പോ ഇറങ്ങി, 7:30 ആയപ്പോ കഴിഞ്ഞു. 2 മണിക്കൂർ എടുത്തു നമ്മുടെ ഷോപ്പിങ്. 2 മണിക്കൂറേ എടുത്തുള്ളൂ. അതെ, പെട്ടെന്ന് കഴിഞ്ഞ്. അതെ, ചുരിദാറൊക്കെ കിട്ടി, നല്ല സാധനമായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു, നിനക്കും ഇഷ്ടപ്പെട്ടു. അതെ, അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളതാണ്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ നമ്മൾ തിരിച്ചു കൊണ്ടുവരും. അല്ലെങ്കിൽ ഞാൻ അമ്മയ്ക്ക് കടയിലിടാൻ എപ്പോഴും സാരി ഉടുത്തോണ്ടാ പോകുന്നത്. അപ്പം ചുരിദാർ ഇടുവാണെങ്കിൽ എളുപ്പമാണല്ലോ. അതെ, അതുകൊണ്ടാണ് 2 ചുരിദാർ എടുത്തോണ്ട് തരണമെന്ന് പറഞ്ഞു. അതിനാണ് ഞങ്ങൾ ചുരിദാർ എടുത്തത്. അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളതാണ് സംശയം. അമ്മയ്ക്ക് ഇങ്ങനെ കുറച്ച് ഇഷ്ടങ്ങളൊക്കെ ഉള്ളു. നോക്കാം, ഇഷ്ടമൊക്കെ എടുക്കണം. അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ ഇപ്പൊ എടുത്തേക്കുന്നത്. അതെ, മാക്സിമം അതിനനുസരിച്ച് എടുക്കാൻ നമ്മൾ ശ്രമിച്ചു. നമ്മൾ അതെടുത്തു, കേക്കിന്റെ സാധനങ്ങൾ മേടിച്ചു, എല്ലാം വാങ്ങിച്ചെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇനിയുണ്ട്, ഇനി മുട്ട മേടിക്കാനുണ്ട്, പഞ്ചസാര മേടിക്കാനുണ്ട്, പാല് മേടിക്കാനുണ്ട്. കഴിഞ്ഞോ? കേക്കിനുള്ളത് അത്രേ ഉള്ളൂ. അപ്പം ഒരു കേക്കിന് നമുക്ക് കിട്ടുന്ന പൈസ ഇതുപോലെ അടുത്തൊരു കേക്കിന് സാധനം വാങ്ങിക്കാൻ വരുമ്പോ മുക്കാ ഭാഗം അങ്ങ് കഴിയും. അങ്ങനെയാണ്. ഐറ്റംസിനൊക്കെ അത്യാവശ്യം വിലയാണ്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഒരു കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞു കഴിയുമ്പോ അത് കാണുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ, അതാണ് നമുക്ക്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഒരു ചെറിയ ഷോപ്പിംഗ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇനി കാണുന്നവരേക്കും ബൈ ബൈ.